വടകര പട്ടണത്തിന് പുത്തൻ ഉണർവ് നൽകി സൺഡേ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കുഞ്ഞിരാമൻ വക്കീൽ റോഡായ ക്യൂൻസ് റോഡിൽ ആരംഭിച്ച മാർക്കറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ.പി. ബിന്ദു നിർവഹിച്ചു. വടകര ഡെവലപ്മെന്റ് ഫോറത്തിന്റെ സംഘാടനത്തിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗമായ കുഞ്ഞിരാമൻ വക്കീൽ റോഡായ ക്യൂൻസ് റോഡിൽ സൺഡേ മാർക്കറ്റ് ആരംഭിച്ചത്. പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ.പി. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ തന്നെ വലിയ രീതിയിലേക്കുള്ള ചർച്ചക്കിട കൊടുക്കുന്ന രീതിയിലേക്ക് വടകരയിലേക്ക് ആളുകൾ എത്തുന്നില്ല, മറ്റ് പട്ടണങ്ങളെ തേടിപ്പോകുന്ന അവസ്ഥയുണ്ട് എന്നുള്ളത് നിരന്തരം പല പേജുകളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും പ്രചരിപ്പിക്കുന്നത് നമ്മളും കണ്ടിട്ടുണ്ട്. പക്ഷേ അത് മറ്റൊരർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ തരം ചർച്ചകൾ നമുക്കിടയിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ മറ്റ് പട്ടണങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നത് കൊണ്ടാണ് അത്തരത്തിലേക്കുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. വടകര വിട്ടുപോകാത്ത ആളുകൾ എന്തായാലും ഉണ്ടാകും. ഒരു കാലത്ത് കുറ്റ്യാടി പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ പണ്ട് കാലത്തെ ചൊവ്വാഴ്ച ചന്തയെ തേടിയും വടകരയിലേക്ക് കൊപ്ര വ്യാപാരം ഉൾപ്പെടെ സജീവമാക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ വടകരയെ അങ്ങാടിയെ എങ്ങനെയാണോ നോക്കിക്കണ്ട ആളുകൾ ആ രീതിയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് വടകരക്ക് അല്ലെങ്കിൽ വടകര പട്ടണത്തിലെ കച്ചവടത്തിന് പുത്തൻ ഉണർവേകുക എന്നുള്ള ആശയത്തോടു കൂടെ തന്നെ ഈ സൺഡേ മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരുക്കിയിരിക്കുന്ന ഈ സൺഡേ മാർക്കറ്റിന് എല്ലാ ഞായറാഴ്ചകളിലും ഈ ഒരു റോഡ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന രീതിയിലേക്ക് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നുകൊണ്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഫോറം കോർഡിനേറ്റർ വിനോദ് ചെറിയത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരികൾ മുഴുവൻ കച്ചവടമില്ലാതെ പൂട്ടിപ്പോണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഈ സൺഡേ മാർക്കറ്റ് ഇവിടെ വന്നാൽ അങ്ങനെയാണ്ട് കോഴിക്കോട് ടൗണിൽ ഇനി കച്ചവടമൊന്നും നടക്കാൻ പാടില്ല. നമുക്കറിയാം, മുട്ടായി തെരുവിൽ വലിയ കച്ചവടങ്ങൾ നടക്കുന്നു, അതുപോലെ തന്നെ കുറ്റ്യാടിയിൽ ചന്ത നടക്കുന്നു, അതുപോലെ തന്നെ പേരാമ്പ്രയിൽ ചന്ത നടക്കുന്നു, അതുപോലെ തന്നെ ഓർക്കാട്ടിൽ വളരെക്കാലം നീണ്ടുനിൽക്കുന്ന ചന്ത നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പക്ഷേ ജനങ്ങൾ അക്കാര്യത്തിൽ പൂർണ്ണമായി ഞങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അഭ്യുദയകാംക്ഷികളായ അതുപോലെ തന്നെ വടകരയിൽ എന്തെങ്കിലും ഒരു പുരോഗമനം വേണമെന്നുള്ള ആളുകളൊക്കെ തന്നെ ഈ ഞങ്ങളുടെ ഈ ഡെവലപ്മെൻറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നഗരസഭാ വൈസ് ചെയർമാൻ പി.കെ. സതീശൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാവരും ഒത്തുപിടിക്കുക, ആ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പ്രതാപത്തെ തിരിച്ചു കൊണ്ടുവരിക. സാധിക്കും. കോവിഡിൻ്റെ സമയത്ത് ഒരു വല്ലാത്തൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ, അത് ഉൾക്കൊള്ളണം നമ്മൾ. നാട്ടിൻ പുറങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഒന്ന് പച്ച പിടിച്ചു. ഓർമ്മയില്ലേ? നമ്മളെല്ലാം അവിടെ നിന്ന് വാങ്ങി, ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ എത്ര തന്നെ കടകളുണ്ടായാലും എത്ര തന്നെ സ്ഥാപനങ്ങളുണ്ടായാലും ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും, ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ആളുകളെ വരുത്തണം. നമ്മൾ പറയുന്നില്ലേ, നമുക്ക് മുട്ടായി തെരുവ് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഓർക്കാട്ടേരി ചന്തയിൽ പോവാം. അതുപോലെ ആളുകൾ പറയണം, നമുക്ക് വടകര ചന്തയിൽ പോകാം, അല്ലെ ക്യൂൻസ് റോഡിൽ പോകാം, അല്ലെ കുഞ്ഞിരാം വക്കീൽ റോഡിൽ പോകാം. അതാരാ പറയിപ്പിക്കേണ്ടത്? നമ്മളെല്ലാവരും കൂടി പറയിപ്പിക്കുക. ഫോറം ജനറൽ സെക്രട്ടറി കെ.എൻ. വിനോദ് സൺഡേ മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് ID കാർഡ് വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ എ. പ്രേമകുമാരി, ടി.പി. ഗോപാലൻ മാസ്റ്റർ, എ. വി. ഗണേശൻ, പി. സോമശേഖരൻ, എ.പി. ഹരിദാസൻ, എം. പ്രകാശ്, അഡ്വക്കേറ്റ് കായക്കരാജൻ, അജിത്ത് പാലയാട്, അഡ്വക്കേറ്റ് വിനൽ കുമാർ, ഇ.കെ. പവിത്രൻ, പി. സജീവ് കുമാർ, മജീദ് അറക്കിലാട്, വി. അസീസ്, സി.കെ. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കുഞ്ഞിരാമൻ വക്കീൽ റോഡിൽ സൺഡേ മാർക്കറ്റ് രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. ഒപ്പം ഗാനസദസ്സും അരങ്ങേറിയിരുന്നു. കുട്ടികളുടെയും മുതിർന്നവരുടെയുമായ വിവിധ വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മുണ്ടുകൾ, ചെടിച്ചട്ടികൾ, സുഗന്ധദ്രവ്യങ്ങൾ, ചെരുപ്പുകൾ, ഫാൻസി ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ലഘുഭക്ഷണങ്ങൾ, അച്ചാർ, എണ്ണകൾ, കിടക്കവിരികൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന 48 സ്റ്റാളുകളാണ് ഉദ്ഘാടന ദിവസം സൺഡേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. തുടർന്നുള്ള ഞായറാഴ്ചകളിൽ രജിസ്റ്റർ ചെയ്ത മറ്റ് കച്ചവടക്കാരും മാർക്കറ്റിലെത്തും.